നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ജസ്പ്രീത് ബുംറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകമായ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നിരാശാജനകമായ ഒരു IPL ആണ് കടന്നുപോയത്. 12 കളികളിൽ നിന്ന് വെറും 3 വിക്കറ്റ് 12 കളികളിൽ നിന്ന്. ലോകത്തെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളറുടെ IPL കണക്കാണ്. 12 മത്സരങ്ങളിൽ വെറും 3 വിക്കറ്റ്. എക്കണോമി നോക്കൂ, 8.53. 8.53. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബൗളിംഗ് ആവറേജ് 129. ബൗളിംഗ് ആവറേജ് 129. ബുംറ നമ്മൾക്ക് ഒരിക്കലും കേട്ട് പരിചയമുള്ള കണക്കുകളല്ല ഇതൊക്കെ. യഥാർത്ഥത്തിൽ ബുംറ വലിയ നിരാശ നൽകിയ ഒരു IPL ആണിത്. അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ? അത് നമ്മൾ നോക്കണമല്ലോ. പ്രധാനമായിട്ടും കാരണം അദ്ദേഹത്തിന് വിക്കറ്റ് കൊടുക്കാതിരിക്കാൻ ബാറ്റർമാർ ബോധപൂർവം ശ്രമിച്ചു. അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ പന്തുകളിൽ ഓരോ റൺ എടുക്കാം, അദ്ദേഹത്തെ കൂറ്റനടിക്ക് ശ്രമിക്കേണ്ടതില്ല, അങ്ങനെ വിക്കറ്റ് കളയേണ്ടതില്ല. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, അദ്ദേഹത്തിന് സ്വന്തം ടീമിൽ നിന്ന് യാതൊരു സപ്പോർട്ടും മറ്റു ബൗളർമാരിൽ നിന്ന് കിട്ടിയില്ല. അത് വളരെ പ്രധാനമാണ്. ഒരു ഫാസ്റ്റ് ബൗളറെ സംബന്ധിച്ചിടത്തോളം മൊമെൻറ്റം, ടാൻഡത്തിൽ ബോൾ ചെയ്യണമെങ്കിൽ, ഒഴുക്കിൽ ബോൾ ചെയ്യണമെങ്കിൽ അപ്പുറത്ത് മറുവശത്ത് നല്ല ബൗളർമാരുണ്ടായിരിക്കണം, നല്ല ഒഴുക്കിൽ അവരും പന്തെറിയണം. അതുണ്ടായിട്ടില്ല മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമത്തത്, അദ്ദേഹം ഭയങ്കരധികം ക്ഷീണിതനായിരുന്നു. വിശ്രമം അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. അത്രമാത്രം ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അത്രമാത്രം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ IPL 8 നോബോളാണ് എറിഞ്ഞത്. 8 നോബോൾ. അതൊരു വലിയ കണക്കാണ് ഒരു ഫാസ്റ്റ് ബൗളറെ സംബന്ധിച്ചിടത്തോളം. 12 കളികളിൽ 8 നോബോൾ എറിയുക എന്നുള്ളത്. അത് ബുംറയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടിട്ടേ ഇല്ല. അതുപോലെ അദ്ദേഹം എറിഞ്ഞ പന്തുകളിൽ 44% സ്ലോവർ ബോളുകളായിരുന്നു എന്നാണ് അതിൻ്റെ കണക്ക്. 44% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതിയോളം തന്നെ, 50%-ഓളം വരുന്നതാണ് ഈ 44%. അതിനർത്ഥം പരിക്ക് വരാതിരിക്കാൻ അദ്ദേഹം കൂടുതൽ സ്ലോ ആയിട്ട് പന്തെറിയുകയും കൂടുതൽ അധ്വാനിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ക്ഷീണിതനായിരുന്നു. ഈ രീതിയിൽ അദ്ദേഹം ബേൺ ഔട്ടായി കഴിഞ്ഞു. അദ്ദേഹത്തെ ഈ നിലയിൽ നമുക്ക് ഇപ്പോൾ 2015 ഇതിനു മുമ്പ് ഇത്രയും മോശം ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് IPL ഉണ്ടായിരുന്നു. അത് എക്കണോമിയുടെ കാര്യത്തിൽ 12.5 അടുത്തായിരുന്നു അന്നത്തെ എക്കണോമി അദ്ദേഹത്തിൻ്റെ. അതിനുശേഷം കഴിഞ്ഞ 10 IPL അദ്ദേഹം 6-7 ഉള്ളിൽ റണ്ണേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ അദ്ദേഹം 8.53 അദ്ദേഹത്തിൻ്റെ എക്കണോമി എന്ന് പറയുന്നത്. എന്തൊരു ഭീകരമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബാറ്റർമാർ റെസ്പെക്റ്റ് ചെയ്തു. രണ്ടാമത്തെ കാരണം, ടീമിൽ നിന്ന് മറ്റ് ബൗളർമാരെ സപ്പോർട്ട് ഉണ്ടായില്ല. മൂന്നാമത്തെ കാരണം, അദ്ദേഹം ബോധപൂർവം തന്നെ വയ്യാത്തത് കൊണ്ട് സ്ലോവർ ബോളുകൾ എറിഞ്ഞു. നോ ബോൾ എറിയുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നു എന്നാണ് അർത്ഥം. ഒരു ബൗളർ അദ്ദേഹത്തിന് അത്രമാത്രം സ്ട്രെയിൻ എടുക്കുന്നു. ഇങ്ങനെ ഉള്ള കാരണങ്ങളാണ്. അദ്ദേഹത്തിന് വിശ്രമം അത്യാവശ്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാരണങ്ങളെല്ലാം പ്രത്യേകം പരിശോധിക്കണം ബുംറയുടെ കാര്യത്തിൽ. ബുംറയെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 കൊല്ലമെങ്കിലും ഇനി അന്താരാഷ്ട്ര കരിയർ ഉള്ളതാണ്. ഇന്ത്യക്ക് വലിയ വിജയങ്ങൾ നേടിക്കൊടുക്കേണ്ട ബൗളറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും ആശാവഹമല്ല. 12 കളികൾ 3 വിക്കറ്റ്, 8.53 ശരാശരിയിൽ റണ്ണ് കൊടുത്തു. 129 ബൗളിംഗ് ആവറേജ്. 129, അതായത് ഒരു വിക്കറ്റ് വീഴ്ത്തിയ 129. അപ്പം ബൗളിംഗ് ആവറേജും മോശം, എല്ലാം മോശം. ആ നിലയിൽ ബുംറയെ കാണുന്നത് തന്നെ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അതിയായ സങ്കടം ഉണ്ടാക്കുന്നതാണ്. അത്യധികം നിരാശാജനകമാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും സെലക്ടർമാരും ഇത് കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെ നമ്മൾ കരുതണം. അതിനനുസരിച്ച് ബുംറയെ ശരിയാവണ്ണം വിധം ഉപയോഗിക്കണം. വർക്ക് ലോഡ് കുറച്ചുകൊണ്ട് അദ്ദേഹത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് ആ വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് കൃത്യമായി ചെയ്യാൻ ക്രിക്കറ്റ് ബോർഡും സെലക്ടർമാരും തയ്യാറാവുക തന്നെ വേണം. അതല്ലെങ്കിൽ ബുംറയെ നമുക്ക് നഷ്ടപ്പെടും.